കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് താൻ അനുഭവിച്ച വേദനയെക്കുറിച്ച് വിവരിക്കുകയാണ്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, യഹൂദരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കമിളപ്പ്, പൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചു. കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ച് ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഫോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു. അതേ പ്രിയരെ, 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നീ അസാധാരണ സംഗതികൾ. അതെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ പതറിപ്പോകുന്ന, വേദനിക്കുന്ന അസാധാരണമായ സംഗതികളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ വിവരിച്ചത്. താൻ അനുഭവിച്ച വേദനകളും താൻ അനുഭവിച്ച ദുഃഖങ്ങളും. പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിൽ നന്മ മാത്രമല്ല, ഇതുപോലുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഫോഷ്കല്ല എന്ന് പറയുന്നു. ഞാൻ ഫോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു. അതെ, ആ പിതാവായ കർത്താവിനെ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ പ്രിയരെ, നാം കർത്താവിൻ്റെ ശിഷ്യരാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാരണം ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതെ, കർത്താവിനെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, ആഗ്രഹിച്ചാൽ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ കർത്താവിനെ ഒരു രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച്, അതായത് തൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ വിഷയങ്ങളെല്ലാം നിഷേധിച്ച് നാൾതോറും ഓരോ ദിവസവും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് തൻ്റെ വിഷയങ്ങളോടുകൂടെ തന്നെ ക്രിസ്തുവിനെ അനുഗമിക്കണം. അല്ലെങ്കിൽ വിഷയങ്ങളെല്ലാം മാറിയിട്ട് കർത്താവിനെ ആരാധിക്കാം, അല്ലെങ്കിൽ കർത്താവിനെ പിൻപറ്റുക എന്നുള്ളതല്ല. കർത്താവിനോട് കൂടെ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ കർത്താവിനെ പിൻപറ്റി ജീവിക്കുവാൻ, ചിലപ്പോൾ രോഗമായിരിക്കാം, മറ്റ് കടഭാരമായിരിക്കാം, മറ്റ് സുവിശേഷം സംബന്ധിച്ചുള്ള പീഡനങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ആയിരിക്കാം, മാനസിക പിരിമുറുക്കങ്ങളായിരിക്കാം, എന്തുണ്ടെങ്കിലും കർത്താവ് പറയുന്നത് ആ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ശിഷ്യനാവാൻ കർത്താവ് ആഗ്രഹിക്കുന്നൊരു ക്വാളിറ്റി അതാണ്. എന്ത് വിഷയമായിക്കൊള്ളാം, അതെല്ലാം കർത്താവ് ക്രമീകരിക്കും, കർത്താവ് സോൾവ് ചെയ്യും. പക്ഷേ അതുവരെ കർത്താവിനെ പിൻപറ്റുന്നവർ തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നു. ആ സമയത്തും, വിഷയങ്ങളുള്ള സമയത്തും, പ്രശ്നങ്ങളുടെ സമയത്തും പൗലോസ് പറയുന്നത് പോലെ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അതേ പ്രിയരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ്, തൻ്റെ അവസാനത്തുള്ള രക്തം പോലും നമുക്ക് വേണ്ടി തന്ന കർത്താവ്, ആ കർത്താവ് നമുക്ക് വാഴ്ത്താം. നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിനെ ആരാധനയായി, കർത്താവിനെ പിൻപറ്റി നല്ല ശിഷ്യരായി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.